വ്യൂവേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ഇളവുകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റേഷൻ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള 2 അറിയിപ്പുകളും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് രാത്രി കർഫ്യൂയും വാരാന്ത്യ ലോക്ക്ഡൗണും പിൻവലിച്ചു. ഒക്ടോബർ 4-ാം തീയതി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആദ്യം തുറക്കുക. ബിരുദം, ബിരുദാനന്തര ബിരുദം, ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 4-ാം തീയതി മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് സ്കൂൾ അധ്യാപകർക്ക് ഉടൻ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കും. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഇനി റേഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങളും മറ്റ് അറിയിപ്പുകളും നോക്കാം. സർക്കാർ പറഞ്ഞിരുന്നത് ആധാറും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യണം. ഇനി ലിങ്ക് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞ് പല തവണ ഈ ഒരു സമയം നീട്ടി നൽകിയിരുന്നു. ഇനി അങ്ങനെ ലിങ്ക് ചെയ്യാത്ത ആളുകളുടെ റേഷൻ കാർഡിലെ വിഹിതങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു കണക്കിന് 97% ആളുകൾ ഇപ്പോൾ റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, ഒന്നെങ്കിൽ ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ, ആധാർ കാർഡ് ലഭിക്കാത്ത അത്ര ജീവിത സാഹചര്യമുള്ള ആളുകൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ഇളവ് നൽകാൻ വേണ്ടി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ ആധാർ കാർഡ് എടുക്കാത്ത റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക പരിഗണന നൽകാനാണ് തീരുമാനം. റേഷൻ കാർഡിൽ അവരുടെ ആധാർ ബന്ധിപ്പിക്കണമെന്ന മാനദണ്ഡം സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ, മനോവൈകല്യമുള്ളവർ, ബയോമെട്രിക് രേഖകൾ തെളിയിക്കാനാവാത്തവർ, ഓട്ടിസം ബാധിച്ചവർ കൂടാതെ വനപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. ആധാർ എടുക്കാൻ സാധിക്കാത്തവർ അംഗങ്ങളായ റേഷൻ കാർഡിലെ ഇതര സേവനങ്ങൾ തടസ്സമുണ്ടാകുന്ന സാഹചര്യം ഇതോടെ ഇല്ലാതെയാകും. പേര് തിരുത്തലും പേര് വെട്ടലുമല്ലാത്ത മറ്റു സേവനങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈയൊരു പ്രയാസം മറികടക്കുക എന്നാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സർക്കാർ അനുമതി പ്രകാരം നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ (NIC) ഇത്തരക്കാരുടെ ആധാർ ലിങ്ക് ചെയ്യുന്ന പ്രക്രിയക്കായി വെബ്സൈറ്റ് പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കി. എന്നാൽ ഈ നടപടികൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് മാത്രമേ ചെയ്യാനാവൂ. ആധാർ എടുക്കാത്തവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പോയി പരിശോധിച്ച് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന തീരുമാനം സപ്ലൈ ഓഫീസർ എടുക്കുക. ഈ പ്രവർത്തനം കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രമേ അനുവദിക്കാവൂ എന്നുള്ള നിർദ്ദേശം ഉണ്ട്. ഈ കാര്യം പരിശോധിച്ച് റേഷനിംഗ് ഇൻസ്പെക്ടർമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ എന്നിവർ ചേർന്ന് നിശ്ചിത മാർഗയിൽ തയ്യാറാക്കുന്ന സാക്ഷ്യപത്രത്തിൽ ഒപ്പിട്ട് മൊഡ്യൂൾ അപ്ലോഡ് ചെയ്യണം. നിലവിൽ കേരളത്തിലെ റേഷൻ കാർഡിൽ 97% പേരും റേഷൻ കാർഡും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 3% പേർ ആധാർ എടുക്കാൻ കഴിയാത്ത ആളുകളാണെന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഇവരെ കണ്ടെത്തി ഇവരുടെ ആധാർ ബന്ധിപ്പിക്കൽ ഒഴിവാക്കുന്നതോടെ വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. കേരള പിറവി ദിനത്തിൽ നടപ്പിലാക്കി തുടങ്ങുന്ന സ്മാർട്ട് റേഷൻ കാർഡ് വരുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇതോടെ റേഷൻ കാർഡ് അംഗങ്ങളുടെ ആധാർ ബന്ധിപ്പിക്കൽ 100%-ൽ എത്തിക്കാനാകും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. എല്ലാ ആളുകളും അറിയുക. ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആധാർ കാർഡും റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കാനിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഇപ്പോൾ പോയിട്ട് വാങ്ങാവുന്നതാണ്. എല്ലാ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ, നീല വെള്ള റേഷൻ കാർഡിനുള്ള 5 കിലോ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഹിതങ്ങൾ റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സ, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് 15,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുക. അപേക്ഷകർ +2 പരീക്ഷയിൽ 45% മാർക്ക് കരസ്ഥമാക്കിയിരിക്കണം. അപേക്ഷകൾ പരിഗണിക്കുന്നത് BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുൻഗണന ലഭിക്കും. BPL റേഷൻ കാർഡിന്റെ അഭാവത്തിൽ APL റേഷൻ കാർഡ് വാർഷിക വരുമാനം പരമാവധി 8 ലക്ഷം വരെ ഉള്ള ആളുകളെയും പരിഗണിക്കുന്നതാണ്. കോഴ്സ് ആരംഭിച്ചവർക്കും 2ാം വർഷം പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷകർ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്.
കോവിഡ് സാഹചര്യത്തിലൂടെ നാട് കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും ശാരീരിക മാനസിക വിഷമതകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ വീട്ടുപടിക്കൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാതിൽപ്പടി സേവനം. ആദ്യഘട്ടത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ്, മസ്റ്ററിംഗ്, സാമൂഹ്യസുരക്ഷാ പെൻഷൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നീ 5 സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത്. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ താമസിക്കുന്നവർ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവരാണ് ഇതിൽ മുഖ്യ ഗുണഭോക്താക്കൾ ആകുക. ഈ വാതിൽപ്പടി സേവനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി കുറഞ്ഞത് 6 മാസക്കാലത്തെങ്കിലും സ്ഥിരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സന്നദ്ധ സേനാ അംഗങ്ങൾക്ക് സാമൂഹിക സന്നദ്ധ സേന വെബ്സൈറ്റിൽ ലോഗിൻ സേവന സന്നദ്ധത അറിയിക്കാവുന്നതാണ്. ഇതുവരെ സന്നദ്ധ സേനയിൽ രജിസ്റ്റർ ചെയ്യാത്ത താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് www.sannadhasena.kerala.gov എന്ന വെബ്സൈറ്റിൽ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിയുന്നവർ എല്ലാവരും ഈ ഒരു സന്നദ്ധ സേനയുടെ ഭാഗമാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.